ഓപ്പറേഷൻ സിന്ദൂരിലെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സൈനിക നടപടിയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഓരോ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അത് നേരത്തെ തന്നെ ഇന്റലിജൻസിനും റോയ്ക്കുമൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അതീവ ജാഗ്രതയിലാണ് നിൽക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യമെന്നത് ഡൽഹി അല്ലെങ്കിൽ പഞ്ചാബാണ്. ഡൽഹിയിലെയോ അല്ലെങ്കിൽ പഞ്ചാബിലെയോ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, 4 ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഒരു വലിയൊരു ഭീകരാക്രമണം നടത്തുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. പക്ഷേ പലതരത്തിൽ അവർ പദ്ധതികൾ ഇടുന്നുണ്ടെങ്കിലും ആ പദ്ധതികൾ കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസികൾ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു സുരക്ഷാ സന്നാഹം എന്ന നിലയിൽ നിർണായകമായ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഏപ്രിൽ 24, അതായത് നാളെ രാത്രി 8 മണിക്ക് പഞ്ചാബിലെ ലുധിയാന, അമൃത്സർ എന്നിവിടങ്ങളിൽ നിരവധി പ്രദേശങ്ങളിൽ ഒരു ബ്ലാക്ക് ഔട്ട് മോക്ക് ഡ്രിൽ നടത്താനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ഒരു വ്യോമാക്രമണ മുന്നറിയിപ്പ് ഉൾപ്പെടെ പഞ്ചാബിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി വിവിധ അഭ്യാസങ്ങൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതാണ് ലഭിക്കുന്ന വിവരം. 2 മിനിറ്റ് നേരത്തേക്ക് ഉയർന്നതും താഴ്ന്നതുമായ പിച്ചുകൾ ഉൾക്കൊള്ളുന്ന സൈറണുകൾ വഴി ഇത് പ്രചരിപ്പിക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി 100-ലധികം ഭീകരരെ കൊന്നതിന് ശേഷം നഗരം സമാനമായ ബ്ലാക്ക് ഔട്ടുകൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നതാണ് ശ്രദ്ധേയം. പഞ്ചാബിൽ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർണായകമായ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിലൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് പഞ്ചാബിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ബ്ലാക്ക് ഔട്ട് നടപ്പിലാക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമായി പറയുന്നത്. അതായത് സിവിൽ ഡിഫൻസിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാരും അതോടൊപ്പം തന്നെ കൺട്രോളർമാരും തീരുമാനമെടുക്കുന്ന മുറയ്ക്കായിരിക്കും ഒരു സ്ഥലങ്ങളിൽ വ്യാപകമായി ഒരു മോക്ക് ഡ്രിൽ പഞ്ചാബിൽ നടക്കാൻ പോകുന്നത്. ഭാവിയിൽ എന്തെങ്കിലും ഒരു ആക്രമണം പാകിസ്ഥാനിൽ നിന്നോ അതോ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നോ ഉണ്ടായാൽ ആ ആക്രമണത്തെ എങ്ങനെ ഏത് രീതിയിൽ ഫലപ്രദമായി തടയാമെന്നാണ് മോക്ക് ഡ്രില്ലിന്റെ പ്രധാന ഉദ്ദേശമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടരുതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ലുധിയാനയിൽ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും അതോടൊപ്പം തന്നെ അഗർനഗർ അവിടേക്ക് വരുമ്പോൾ PSPCL ഡിവിഷന് കീഴിലുള്ള പ്രദേശങ്ങളിൽ നാളെ രാത്രി 8 മണി മുതൽ 8:15 വരെ ബ്ലാക്ക് ഔട്ട് മോക്ക് ഡ്രിൽ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. പരിശീലനത്തിന്റെ ഭാഗമായി ഈ പ്രദേശങ്ങളിലെ പൊതുജനങ്ങൾക്ക് വൈദ്യുതി മുടങ്ങുന്ന സമയത്ത് അത്യാവശ്യമല്ലാത്ത എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും പരിശീലന കാലയളവിൽ ആവശ്യ സേവനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി തുടരും. കൂടാതെ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ മോക്ക് ഡ്രില്ലിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അഗ്നിശമനയുടെ പ്രതികരണങ്ങൾ, അവരുടെ പ്രവർത്തന രീതി, അവർ ചടുല വേഗത്തിലാണോ അവരുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ പ്രതികരണം ഉണ്ടാകുക എന്നൊരു പരിശോധന. കൂടാതെ തെരച്ചിൽ ഏത് രീതിയിലായിരിക്കും നടക്കാൻ പോകുന്നത്, രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയായിരിക്കും, അതായത് ഒരു സ്ഫോടനം അല്ലെങ്കിൽ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അവിടുത്തെ ആശുപത്രികൾ സജ്ജമാകുമോ എന്നടക്കമുള്ള ഒരു സർക്കാർ സംവിധാനങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ അവരെങ്ങനെ പ്രവർത്തിക്കും എന്നതിന്റെ ഒരു മേൽനോട്ടം. കൂടാതെ പ്രഥമ ശുശ്രൂഷ അത് എങ്ങനെയായിരിക്കും, വൈദ്യസഹായം ഏത് രീതിയിലായിരിക്കും, കൂടാതെ പരിക്കേറ്റവരെ എങ്ങനെ ഏത് രീതിയിലാണ് ഒഴിപ്പിക്കുക എന്നടക്കമുള്ള ഒരു പരിശോധനയും ഉണ്ടാകും. കൂടാതെ ഗതാഗതം അത് ഏത് രീതിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊരു പരിശോധനയും, കൂടാതെ ജനക്കൂട്ടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കും എന്നത് ഉൾപ്പെടെ വിവിധ നിർണായക അടിയന്തര ഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ട പ്രവർത്തനങ്ങൾ എങ്ങനെ ഫീൽഡിൽ ഏകോപിപ്പിക്കും എന്നുള്ള ഒരു പരിശീലനവും അങ്ങനെ ഒരു പരിശോധനയുമായിരിക്കും നാളെ പഞ്ചാബിൽ ഈ മോക്ക് ഡ്രില്ലോട് അനുബന്ധിച്ച് നടക്കാൻ പോകുക എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത്. അതിൻ്റെ ഒരു വ്യക്തമായ ഒരു പരിശോധനയായിരിക്കും. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു തകരാറുണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ അത് കുറച്ചും കൂടെ ഉണർന്ന് ആക്റ്റീവായി പ്രവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതാണ് ഈ മോക്ക് ഡ്രിൽ കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്.